ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടുള്ള 6 തരം തൊടുകറികൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൽ മാങ്ങാച്ചാറുണ്ട്, ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വടുകപ്പുളി നാരങ്ങാക്കറി, അത് വെളുത്ത നിറത്തിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം, ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം, പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം, അതുപോലെ ഇഞ്ചി തൈര്. ഇത്ര 6 സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോന്നിൻ്റെയും ഇൻഗ്രീഡിയൻസ് എത്ര അളവൊക്കെയാണെന്നുള്ളത് ഞാൻ റെസിപ്പിയുടെ തൊട്ട് മുന്നേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ വീഡിയോയിലും എടുത്ത് പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ഈ 6 തരം തൊടുകറികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിൽ ആദ്യത്തേത് മാങ്ങാച്ചാറാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന മാങ്ങാച്ചാർ. ഇത് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കേടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ പച്ചമാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് അരിയുക, എന്നാൽ മാത്രമേ നന്നായിട്ട് അതിലെല്ലാം പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. അത് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും കുറഞ്ഞു പോകരുത്. ഒരു 3 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും. ഉപ്പുണ്ടെങ്കിൽ നന്നായിട്ട് ചീത്തയാകാതെ നമുക്ക് കുറേ ദിവസം നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഉപ്പ് ചേർക്കുക. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 5 ടീസ്പൂണോളം മുളക് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വീതം കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അളവ് കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറയ്ക്കാം, കുഴപ്പമില്ല. സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത്രയും ചേർത്താൽ മതി. പിന്നെ ഒരു 5 ടീസ്പൂണോളം വിനെഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ സുർക്ക, ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് നല്ലെണ്ണയാണ് മാങ്ങാക്കറിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ നമുക്ക് എണ്ണയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ആ മാങ്ങയുടെ വെള്ളമൊക്കെ കൂടെ വരുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കഴിയുമ്പോഴേക്കും മാങ്ങയിൽ നിന്നും കുറച്ച് വെള്ളവും ഉപ്പിൻ്റെ വെള്ളം എല്ലാം കൂടെ വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല സൂപ്പറായിട്ടുള്ള സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സദ്യക്ക് വിളമ്പാൻ പറ്റിയ വെളുത്ത നിറത്തിലുള്ള നാരങ്ങാക്കറിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നാരങ്ങാക്കറിയാണ്. നമ്മുടെ റെഡ് കളറിലെ നാരങ്ങാക്കറി ഉണ്ടാക്കുന്നതിലും ഒക്കെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ കുറേ ദിവസം ചീത്തയാകാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറേ നാൾ ഇത് ചീത്തയാകാതിരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കാൻ പോവാണ്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ അച്ചാറുകൾക്കെല്ലാം ഉപ്പ് കൂടുതൽ വേണം, എന്നാൽ മാത്രമേ അത് ചീത്തയാകാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നമ്മൾ വെള്ളം ചേർത്ത് തിളപ്പിക്കുന്നതായതുകൊണ്ട് പുറത്ത് വെച്ചിരുന്നാൽ ചീത്തയാവും. അപ്പോൾ ഒരു 3-4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നമുക്ക് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ വടുകപ്പുളി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത നാരങ്ങ നോക്കി എടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, 1 കപ്പ് വെളുത്തുള്ളി, 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് കാന്താരി മുളക്, അതുപോലെ തന്നെ കറിവേപ്പില. കാന്താരി മുളകാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ, ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത്. ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം എടുക്കാനെങ്കിൽ നല്ലതായിരിക്കും. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ സദ്യ ഉണ്ടാക്കുന്നതിന് തലേദിവസം അതിന് മുന്നത്തെ ദിവസം ഇതുണ്ടാക്കി സൂക്ഷിക്കാം. അപ്പോൾ അടിപൊളി നാരങ്ങാക്കറിയും റെഡി. ഇനി അടുത്തത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ അറിയപ്പെടും. സാധാരണ ഇഞ്ചിക്കറിയിൽ ഞങ്ങൾ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട്, തേങ്ങ വറുത്തരച്ച് ചേർക്കാറുണ്ട്. ഇത് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കൂടുതലും പുളിയിഞ്ചി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇഞ്ചി ഒന്ന് മൂത്ത് വരാൻ വേണ്ട അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 200 ഗ്രാമോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ എണ്ണ ചേർക്കേണ്ടവർക്ക് ചേർക്കാം, എന്നാൽ മാത്രമേ ഇഞ്ചി ഒന്ന് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, എന്നാലും കുഴപ്പമില്ല, അത് വിട്ട് വന്നോളും പിന്നീട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അതിനുശേഷം ആ പൊടി ഒന്ന് മൂത്ത് വരുന്നവരെ ചൂടാക്കുക. പൊടിയെല്ലാം മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലെ വാളംപുളി വെള്ളത്തിലിട്ട്
പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഞ്ചിപ്പുളിക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ചേർത്താൽ മതിയാവും. ഇതും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇത് കുറുക്കിയെടുക്കണം. കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോഴേക്കും നന്നായിട്ട് വറ്റി നല്ല തിക്കായി വരും. നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴും കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനം ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കായത്തിൻ്റെ പൊടി അവസാനം ഇടുന്നതാണ് ഏറ്റവും നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലത്. അപ്പം ഇറക്കാൻ നേരത്ത് മാത്രം കായത്തിൻ്റെ പൊടി ചേർക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ച് അല്പം കടുകും 1 സ്പൂൺ കടുകും 2-3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ച് നമുക്ക് ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കളർ കിട്ടാനായിട്ട് നല്ല കടും നിറത്തിലുള്ള ബീറ്റ്റൂട്ട് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 250 ഗ്രാം, അതായത് 1/4 കിലോ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പ വഴിയിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് 2-3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ അവസാനം താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ എളുപ്പ വഴിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, അതും കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. നമ്മളിത് അരച്ചൊക്കെ എടുത്തേക്കുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം നേരം മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 1.5 കപ്പോളം തേങ്ങയും 1.5 ടേബിൾ സ്പൂണോളം കടുകും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ നമുക്ക് ആ കപ്പിലേക്ക് ഒഴിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരപ്പൊന്ന് പച്ചമണം മാറാനായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിക്ക്. ഈ അരപ്പൊന്ന് ചെറുതായിട്ട് വെന്ത് വരികയാണെങ്കിൽ പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ പച്ചയായിട്ട് തന്നെ തേങ്ങ ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അധികം നേരം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തൈരും ചേർത്ത് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നന്നായിട്ട് അരപ്പും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പോളം പുളിയില്ലാത്ത തൈര് നോക്കി ചേർക്കുക, അധികം പുളി വേണ്ട. തൈര് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി, അല്ലാതെ അധികം ഒന്നും ഉടച്ചെടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് നല്ല കട്ട തൈര് നോക്കി ചേർത്ത് കൊടുക്കുക. തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അധികം ചൂടാക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് കളറല്ലേ കാണാനായിട്ട്, കാണുമ്പോൾ തന്നെ കൊതി വരും. അപ്പോൾ നമ്മുടെ സൂപ്പർ ബീറ്റ്റൂട്ട് പച്ചടിയും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പാവയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്ക കിച്ചടി എണ്ണയിൽ വറുത്ത് കോരി ഉണ്ടാക്കാം, അതല്ലാതെ കുറച്ച് എണ്ണയിൽ അല്പസമയം എടുത്ത് മൂപ്പിച്ചുണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് കാണിക്കുന്നത്. കൂടുതൽ എണ്ണയാണെങ്കിൽ പിന്നെ നമുക്ക് ആ എണ്ണ പേസ്റ്റ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1.5 കപ്പ് തേങ്ങ അല്പം കടുകും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. ഇനി ആ സമയത്ത് നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം.
പാവയ്ക്ക ഞാൻ ഏകദേശം 2 വലിയ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കനം കുറച്ചരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതിനകത്ത് കിടന്നൊന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ എണ്ണയിൽ വറുത്ത് കോരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. പിന്നെ ആ എണ്ണ നമുക്ക് മാറ്റണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. മൊരിച്ചെടുത്താൽ അതിൻ്റെ കയ്പ്പ് അധികം അറിയത്തുമില്ല. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കടുകും കൂടെയുള്ള പേസ്റ്റ് ഇതിനകത്തേക്ക് നന്നായിട്ട് മൊരിഞ്ഞ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീട്രൂട്ട് പച്ചടിയിൽ ചെയ്ത പോലെ തന്നെ ഇതിനകത്തും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരപ്പൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ എല്ലാം ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ആ അരപ്പിനകത്തേക്കും കൂടെ ഇറങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതുപോലെ ചൂടാക്കി ഉണ്ടാക്കുന്ന കിച്ചടിക്കും പച്ചടിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് സ്പൂണോ ഫോർക്കോ കൊണ്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അധികം തിളപ്പിക്കരുത്. നമുക്ക് ചൂടായി വരുമ്പോഴേക്കും അതങ്ങ് ഓഫ് ചെയ്യാം. ഇനി തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ പാവയ്ക്ക മൂപ്പിച്ച സമയത്ത് മാത്രമല്ലേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൈര് ചേർത്ത് കഴിയുമ്പോഴേ കറക്റ്റ് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരുന്നവരെ വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ പാവയ്ക്ക കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഞ്ചി തൈരാണ്. ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി എന്നും പറയാം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിനായിട്ട് ഞാനൊരു 150 ഗ്രാം ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലുതായിട്ട് അരിഞ്ഞു വേണമെങ്കിലും എടുക്കാം. നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഏകദേശം അരമുറി തേങ്ങ വരും. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ ഒരു 1.5 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈര് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുക. ഒത്തിരി ഇട്ട് മിക്സിയിലിട്ട് അടിക്കരുത്. ഒത്തിരി അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ലൂസായി പോവും. ഇഞ്ചി തൈര് നല്ല കട്ടിയായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മാത്രം തൈര് ഉടച്ചെടുക്കുക. ഇനി നമുക്കൊരു പാനിലോ ചീനച്ചട്ടിയിലോ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 5-6 ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും തേങ്ങയും കൂടെയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് അധികം നേരം അങ്ങനെ മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം നേരം വെച്ച് ചൂടാക്കരുത്. അരപ്പൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും തന്നെ ഇതെല്ലാം ചേർത്തങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഇഞ്ചി തൈരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 6 തരം തൊടുകറികളും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്